ലാലേട്ടൻ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് ഈ മാധ്യമങ്ങൾ മൊത്തം ലാലേട്ടനെ ഒന്ന് വളഞ്ഞു. അപ്പോൾ ആ സമയത്ത് ലാലേട്ടൻ നിന്നൊരു നിൽപ്പുണ്ട്. അയ്യോ, എനിക്കൊന്നും ഭയ നമ്മുടെ കണ്ണൊക്കെ പൊത്തി കാതൊക്കെ പൊത്തി. കണ്ണുപൊത്തിയല്ല, ആരെങ്കിലും മൈക്ക് കൊണ്ട് കണ്ണിലിടിക്കുമെന്ന് എഴുതിയിട്ട് നിന്നാണ്. പിന്നെ ഭയങ്കരമായിട്ട് വന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പം നമുക്കൊരു സേഫ്റ്റി അല്ലേ കാര്യം. അവരുടെ ആ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കണ്ണിൻ്റെ അകത്ത് നന്നായിട്ട് ആ മൈക്ക് കൊണ്ടു. അത് കണ്ണിൻ്റെ അകത്ത് കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് കുറേ സമയം അത് ഞാൻ സഫർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് വേണ്ടിയിട്ട് നിന്നാണ്, അല്ലാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നാണ്. അവിടെ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അത് അവർക്ക് ആദ്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. അപ്പം അതൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ നിന്നുണ്ട്. അതെ ഞാൻ ചോദിച്ചത്. പക്ഷെ ഞങ്ങളത് കണ്ടിരുന്ന് ഞങ്ങൾക്ക് തോന്നിയത്, അയ്യോ എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത്ര സിമ്പിളായിട്ട്, അല്ലെങ്കിൽ ഒരു സിമ്പിളല്ല, ഞാൻ എൻ്റെ കണ്ണുകളെ ചെവിയാക്കി രക്ഷിച്ചാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചുറ്റും ഇത്ര ആള് ചുറ്റും നിൽക്കുമ്പോൾ ഒരു ദേഷ്യവും തോന്നാതെ ഇങ്ങനെ ക്ഷമയോടെ നമ്മളല്ലേ അങ്ങോട്ട് പോയി സംസാരിക്കുന്നത്. നമ്മളവിടെ സംസാരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ സംസാരിച്ചാൽ പോരെ. അപ്പോൾ അവരോട് പറഞ്ഞത് ഞാൻ പോയി വോട്ട് ചെയ്തു, എനിക്കന്ന് പോകണം, ഞാൻ ഹാവ് ടു എനിക്ക് മദ്രാസിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ അത് വോട്ട് ചെയ്തു. അത് ഞങ്ങളുടെ അവിടുത്തെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ തീരുമാനിച്ചൊരു കാര്യമാണ്. വോട്ട് ചെയ്തില്ല, അതിലാരാണ് വരുന്നത് അവരതിൻ്റെ പോസ്റ്റുകളിലേക്ക് പോകും. ഇതൊരു നല്ല സംഘടനയാണ്. ഇത് ഒരുപാട് പുറത്തറിയാൻ പാടില്ലാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ, നമ്മളെല്ലാ കാര്യങ്ങളും പറയാറില്ലല്ലോ, നമ്മുടെ ഒരു 565 പേർക്ക് വേണ്ടി ചെയ്യുന്നൊരു സംഘടനയാണ്. അപ്പോൾ അതിലേക്ക് പുതിയ പോസ്റ്റുകളിലേക്ക് ആൾക്കാർ വരട്ടെ. അതിപ്പോൾ സ്ത്രീ പുരുഷൻ ഒന്നുമില്ല, സ്ത്രീ വന്നാലും പുരുഷൻ വന്നാലും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ പറ്റും. നമ്മൾ അവിടെ എല്ലാ ദിവസവും ഓഫീസിൽ പോയി ഇരിക്കണം എന്നൊന്നുമില്ല. അവരെ എന്തൊക്കെ രീതിയിൽ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഷെയർ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളുടെ ഡിസിഷൻസിലൊക്കെ നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. എന്തായാലും ആ പുതിയ സംഘടനയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു ലാലേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? മാറ്റങ്ങൾ വരുത്താനല്ല, അത് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ്. മനഃപൂർവ്വം ഇരുന്ന് മാറ്റം വരുത്താൻ ഒന്നും ആവശ്യമുള്ള കാര്യമല്ല. അത് ഒരു സിസ്റ്റമിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൽ പുതിയ മാറ്റങ്ങൾ വരുത്താനൊന്നും എനിക്കറിയില്ല. അങ്ങനെ മാറ്റങ്ങൾ മനഃപൂർവ്വം വരുത്തുമ്പോഴാണല്ലോ കുഴപ്പങ്ങളുണ്ടാകുന്നത്. ഒരു കാര്യം മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ പുതിയ പോസ്റ്റുകളിലേക്ക് ആൾക്കാർ വന്നു, ആ സിസ്റ്റമിൽ തന്നെ പോകാം. പിന്നെ ആ സിസ്റ്റത്തിനെ ഇനി എങ്ങനെ കൂടുതൽ നന്നാക്കുക എന്നുള്ളത് അവരുടെ കാഴ്ചപ്പാടുകളാണ്. അല്ലെങ്കിൽ ഈ നമ്മുടെ കൂടെയുള്ള മെമ്പേഴ്സ് പറയും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയൊരു കമ്മിറ്റിയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അവരായിട്ട് സംസാരിച്ച് നമ്മുടെ സംഘടനയ്ക്ക് എന്ന് പറയുന്നത് അത് ഒരു ചെറിയ സംഘടനയാണ്. അതല്ലാതെ നമ്മൾ സിനിമയിലായതുകൊണ്ട് എല്ലാവരുടെയും നോട്ടം അതിലേക്ക് വരുന്നു. അല്ലാതെ അവർ ഒരു പാവപ്പെട്ട സംഘടനയാണ്, അവരങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ.